ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് കെട്ടി വലിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മൾ വണ്ടി റിവേഴ്സിൽ ഇട്ടിട്ട് ആ ഇറക്കത്തിൽ മാത്രം ഒരു പ്രശ്നമായിട്ടുള്ളൂ. അവിടെ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റാണ്. നോക്കാം. കയറ് നമ്മൾ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിലും കൂടെ കെട്ടിയിട്ട്, ഇതൊരു വലിയ കുന്നാണ്, ഒരു സ്ലോപ്പാണ്, കാണുന്നുണ്ടോ? ഈ ഒരു സ്ലോപ്പ് പകുതിയോടെ കയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഓ മൈ ഗോഡ്, എന്താ വെള്ളം കയറിയോ അപ്പൊ തന്നെ? അപ്പൊ നേരത്തെ ഞാന് വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വിഷ്ണു കൃഷ്ണ സ്റ്റാർട്ട് ആക്കിയിട്ട് തന്നെ ഇടേ. സ്റ്റിയറിംഗ് ഒക്കെ വെള്ളത്തിന്റെ ഉള്ളിലാണ്. ആ പാറയിൽ കയറ്റിട്ടോ. അതാണ് എന്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മീനൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ആക്സിലേറ്റർ കൊടുത്തന്നെ വെക്കണം. എടാ ഇവിടെ കുറച്ച് ആഴം കൂടുതലാണ്. ഫോട്ടോ എങ്ങനെ എടുക്കും? ഇത്ര വെള്ളമുണ്ട്. ഇവിടെ ഒരാള് നീന്തുന്നുണ്ട്. വെള്ളം കുടിച്ചു. എന്റെ പൊന്നെ, പക്ഷെ ഗൈസ് ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറമാണ്. എന്താ വെച്ചാ എന്റെ ലൈഫില് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. ഫോട്ടോ ഫോട്ടോ തിരിച്ചടക്ക് 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 തിരിച്ചടക്ക്. വണ്ടി ഓഫായി ഗൈസ്. ആ വണ്ടി റിവേഴ്സ് ഇടാൻ പറ. അതവിടെ പെട്ടു. മുട്ടറ്റം വെള്ളത്തിൽ വിശാഖേ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പൊ പിന്നെയും നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയിട്ടതാണ്. അപ്പൊ എന്തായി, വണ്ടി പിന്നെയും ബാറ്ററി ലോ ആയി, ഓഫായി. എന്താണെങ്കിലും എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ നിങ്ങളുടെ അടുത്ത് അത് പറയണം എന്നറിയില്ല. അത്രയും അടിപൊളിയാണ്. ഞാൻ അത്രയും പേടിക്കുകയും ചെയ്തു. ഇതുണ്ടോ, ഇപ്പൊ വണ്ടി ഓഫായിട്ട് വെള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. എന്താ ഇത്രയും വെള്ളമാണ്. ഇതുണ്ടോ, ബാക്കിലൊക്കെ വെള്ളമാണ്. ഇത്രയും വെള്ളത്തിൽ തന്നെ നിൽക്കണം. അതായത് ലൈറ്റിന്റെ കണക്ഷൻ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഓൾറെഡി ഓൺ ആയി കിടക്കുകയാണ്. അപ്പൊ ലൈറ്റ് നമുക്ക് ഇവിടെ ഓഫാണ്, പക്ഷെ എന്നാൽ ലൈറ്റ് ഓൺ ആണ്. അപ്പൊ ബാറ്ററി ഇറങ്ങിപ്പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിതാ കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം. ഇത് കണ്ടോ, ഇലയൊക്കെ ഉണ്ട്. ഇതാ വെള്ളത്തിൽ എന്തൊക്കെയൊക്കെയോ മെതന്ന് വരിക. പക്ഷെ വെള്ളത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കുറച്ച് ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊന്നും
എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്താ വെച്ചാൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലാതെ നമ്മള് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഗൈസ്, ഇപ്പൊ എന്താ സംഭവിച്ചേക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ജീപ്പിന്റെ ലൈറ്റിന്റെ കണക്ഷൻ എന്തോ ലൂസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ലൈറ്റ് നമ്മൾ ഓഫ് ആക്കിയിട്ടും ഓണിലാണ് കിടന്നിരിക്കുന്നത്. അപ്പൊ പിന്നെയും ബാറ്ററി ഇറങ്ങി വണ്ടി ഓഫ് ആയി പോയി. അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇവരവിടെ കെട്ടി വലിക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കെട്ടി വലിക്കാനുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓ, ഇത് ഇങ്ങനത്തെ സെറ്റപ്പ് ആണല്ലേ? എന്തോ സെറ്റപ്പ് ഉണ്ട്. വണ്ടിയുടെ ഉള്ളിലൊന്നും കേറിയിട്ടില്ല, പുറത്തുനിന്ന് ഇതാ വണ്ടി വലിയുന്നു. കൊള്ളാം ഗൈസ്. നമ്മുടെ സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഞാൻ പിടിക്കണോ? പിടിച്ചോട്ടോ, ഈ പിടിച്ചോ. ഇത്രയും വെള്ളത്തിലാണ്. ഓ മൈ ഗോഡ്. അപ്പൊ വണ്ടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. വണ്ടി മൂവ് ആവുന്നുണ്ട്. ആ, വണ്ടി പോണു. ഇതെന്താ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂവ് ആയി. ഇപ്പോ ഇതെന്താ സെറ്റപ്പ് ഗൈസ്? നമ്മുടെ വണ്ടി ഇതാ കേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. നേരത്തെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ കേറി ഞങ്ങൾ അടുത്തെത്താനായിട്ടുണ്ട്. വണ്ടി കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കേറി. ഇതാ ഇവിടെ എന്തൊക്കെയോ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കമ്പുണ്ടോ? കമ്പ് വെള്ളമൊക്കെ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ബ്രേക്ക് ചെയ്തില്ലേന്ന്. ആ, ബ്രേക്ക് ഓടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി കരക്കെത്തി ഗൈസ്. ഇറങ്ങുകയാണ്. ഷീറ്റൊക്കെ മെതക്കായിരുന്നു വെള്ളം. പിന്നെ ഇറക്കാടാ ഗൈസ്. നമ്മൾ കരക്കെത്തിയിട്ടുണ്ട്. ഇതാ ഈ ലൈറ്റ് ആണ് ഓൺ ആണെന്ന് പറഞ്ഞ ലൈറ്റ്. സെറ്റ് ഗൈസ്. നിർത്തിയിട്ടുണ്ട്. ഇതാ അപ്പോ അതില് എൻഗേജ് ഒക്കെ മാറ്റി വിട്ടേ. ഫോർ വീൽ എൻഗേജ് ആയിരിക്കും. ഈ വണ്ടി നമുക്ക് മേലേക്ക് കയറ്റി കൊണ്ടുപോകണം. അതാണ് ഇനിയിപ്പോ അടുത്ത ടാസ്ക്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയോ. ഇത് മോളിൽ എത്തിച്ചിട്ട് പറയാം, അതിൽ ബെറ്റർ. അതെയാ, ഇവനൊന്ന് കേട്ടെ, ചെക്കനൊന്ന് മുകളിൽ കേട്ടെ. മുകളിൽ എത്തിയിട്ടാണോ ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്? അത് ബോണ്ട് ഓപ്പൺ ചെയ്യും. അതാ പ്ലഗ് ചെയ്ത് അൺപ്ലഗ് ചെയ്യാൻ പറ്റുമോ? അടിച്ചു വിട്ടോ. ഡ്രസ് എടുത്ത് എന്തിനു പൊട്ടിക്കുന്നു? എല്ലാം ഉണ്ടോ? ബിഞ്ചെത്ര? ബിഞ്ചെത്ര?
ഓഫാക്കാൻ നമുക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ട് ലൈറ്റിന്റെ വയർ നമുക്ക് കട്ട് ചെയ്ത് വിടുകയാണ്. ആവശ്യമുള്ള സമയത്ത് ഈ സാധനം കിട്ടിയുള്ളൂ ഗൈസ്. ഇതിനകത്ത് ഫുൾ വെള്ളമായതുകൊണ്ട് എവിടെയാണ് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. ടൂൾസ് ബോക്സ് ഒക്കെ ഡെഡായി ഗൈസ്. അപ്പൊ വേറെ വേ ഇല്ല ഗൈസ്. നിങ്ങൾ കട്ട് ചെയ്യണം ഗൈസ്. ബാറ്ററി സേവ് ചെയ്തു. ഇനി ഇത് മേലെ കയറ്റി തള്ളിച്ചാട്ട് ചെയ്യണം. അതിന്റെ വീഡിയോയും വരും. പിന്നെ അത് പണിയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അടുത്തത് യൂട്യൂബ് ചാനൽ എനിക്ക് ടാസ്കിന് യൂട്യൂബ് ചാനലാണ്. കുറച്ച് കയറ്റില്ല. കൈ പിടിച്ചിട്ട് കൈ ചൂടാവില്ലേ? ഇരുമ്പല്ലേ? ഓക്കെ ട്രൈ ചെയ്യുന്നു. ഗൈസ് നമ്മളപ്പോ കയറ് കെട്ടാണ്. ചെലപ്പോ ഊത്തുണ്ടോടാ. ഇതെന്താണെന്ന് ഓയിലല്ലേ? ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് പൊട്ടിട്ടോ. അതാ ഏത് പൊട്ടിയത്? ഗൈസ് പണി പാളി. ഹൗസിംഗ് എവിടെ തട്ടിയെന്തോ? അതന്നെ നീ തട്ടുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. ഹൗസിംഗിൽ കൂടെ അല്ല പോണ്, അതാ ബാക്കിൽ കൂടെ പോണ്. ഞാൻ പറഞ്ഞില്ല പെട്രോൾ എല്ലാം പോണ്ടല്ലോ. പെട്രോൾ അല്ലടി, ഓയിലാണ്. നീ തള്ളി സ്റ്റാർട്ട് ആക്കാൻ എന്തായാലും ഗൈസ് ഞാനാണ് ആദ്യം കണ്ടത്. ഓയില് ഫില്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓയിലിന്റെ എന്തോ സംഭവം പൊട്ടിപ്പോയിട്ടുണ്ട്. അടി മൊത്തം ഓയിലാണ്. അവിടുന്ന് പറ്റിയതാന്ന് തോന്നുന്നു. ആ വണ്ടി ചെരിഞ്ഞ ടൈമില് അല്ലേ? എവിടെ? ഇവിടെ ഹലോ ഗൈസ്, ഇത് പൊട്ടു ഗൈസ്. കേട്ടാനും പറ്റില്ല. കേട്ടാ പറ്റില്ലല്ലോ. ഇനിയിപ്പോ കെട്ടി വലിച്ചിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഇനിയിപ്പോ സ്റ്റാർട്ടാക്കി നടക്കല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ആക്കാൻ എങ്ങനെയാണെന്നറിയോ? ഓയിൽ ഫില്ല് ചെയ്തിട്ട് ഓയിൽ ലെവൽ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അതൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ വീട് അപ്പുറത്ത് കൈരളി കേട്ട ഇത്തിരി മുന്നേ. അമ്മമ്മമാർക്ക് റൈഡ് പോണോ? ഞങ്ങൾ കണ്ട് റൗണ്ട് അടിച്ചല്ലേ? നീ എടുക്കുന്നില്ലേ? വരമ്പൊന്ന് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി. അതെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് കെട്ടി വലിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മൾ വണ്ടി റിവേഴ്സിൽ ഇട്ടിട്ട് ആ ഇറക്കത്തില് മാത്രം ഒരു പ്രശ്നമായിട്ടുള്ളൂ. അവിടെ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റ് നോക്കാം. കയറ് നമ്മൾ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിലും കൂടെ കെട്ടിയിട്ട്, ഇതൊരു വലിയ കുന്നാണ്, ഒരു സ്ലോപ്പാണ്, കാണുന്നുണ്ടോ? ഈ ഒരു സ്ലോപ്പ് പകുതിയോളം കയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിങ്ങനെ പെട്ടെന്ന് എടുത്തോട്ടോ. പെട്ടെന്ന് വെച്ചല്ലേ? ഏതൊക്കെ വണ്ടി വലിച്ചിട്ടുണ്ടോ ഈ കാർ വെച്ചിട്ട്?
ഈ പക്കത്തെ വൈറ്റ് അതിലൊന്നും വിചാരിക്കുന്നു. ലൈറ്റ് റോഡ് നിൽക്കണ്ട വണ്ടി വന്നിട്ടുണ്ടോ ഒരു മേ- കളിക്കുമ്പോ കഴിക്കാൻ അറിയോ റോഡ് കൊടുക്കാനേ അത് എന്റെ വീടല്ലേ എടാ ഇതെവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടൊക്കെ കണ്ടുപിടിച്ച് ഒറ്റ ലൈൻ കണ്ടോ വരുന്നത്. തിരുവിടെ ഇറക്കി വെക്കണേ നെക്സ്റ്റ് കൊണ്ടുവരും. ഭാവി. ഒരു കാര്യം ജസ്റ്റ് മച്ചാനെ സീറ്റിൽ കയറിക്കോ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എന്റെ മ്യൂസിക് പ്ലെയർ പോയി ഗൈസ്. ഞാൻ നോക്കിയതാണ് അപ്പോൾ അവിടെ കയറി ചേച്ചി ബാക്ക് കയറ്. ആ കേറിക്കോളൂ. അപ്പൊ നമുക്ക് ഞാനും ഇപ്പൊ ഈ വണ്ടിയിൽ കയറാൻ പോകണം. എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ കുറച്ചും കൂടെ വെയിറ്റ് വേണം, അല്ലെങ്കിൽ ടയർ സ്ലിപ്പ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കെട്ടി വലിച്ച്, ഇത് കാണുന്നുണ്ടോ നിങ്ങള്, ഇതാണ് മെയിൻ പോർഷൻ. ഇത് കുറച്ച് റിസ്കിയാണ്. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ അത്രയൊന്ന് കയറണം, അതേ ഉള്ളൂ. അപ്പം ശരിക്കും ഇതൊരു കൈവിട്ട കളിയാണ്. നമുക്ക് ഒരു ഉറപ്പുമില്ല ഇത് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഇതാ വണ്ടി ഓഫായിട്ടുണ്ട്. അനങ്ങുന്നില്ല ഗായ്സ്. ഒരു സ്വല്പമേ കയറിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഗൂർക്കേൻ്റെ വീലിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും. അങ്ങോട്ട് ആവൂ. ഇതാണ് ഗൈസ് ഇപ്പൊ അവസ്ഥ. ഇനി ഇത് മൊത്തം കേറി പോണം. അച്ഛനാണ് കേട്ടോ ജിഷ്ണുവിന്റെ. ഗായ്സ് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എന്താണ് അഭിപ്രായം? എന്റെ അച്ഛനാണ് ഗായ്സ്. അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. എന്താ പാവികൾ കാണിക്കുന്നത് സംഭവം. അതെന്നാ അറിയോ, ഈ ലൈറ്റ് താനെ ഓണായി അതിന്റെ. എന്റെ അമ്മേ, മറ്റേ തിട്ടാണ് അവിടെ ആ പൈപ്പില്ല, അതാണ് പ്രശ്നം കേട്ടാ. ബ്രേക്ക് ഇത് കേറാൻ പറ്റുമോ ഇതിലേക്ക്? ഇത് ഉള്ളിലോട്ടൊന്ന് കൊടുക്ക്. ഫോണുണ്ട് കയ്യില്.
ഗൈസ് അച്ഛനും വരുന്നുണ്ട്. ഇതിലിപ്പോ ഏറ്റവും റിസ്കി ഇതാ ഈ ഒരു ഘട്ടം നമ്മൾ കടക്കണം. ഇത് കേറും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇത് കയറി വന്നിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് ഇതാണ്. ഈ ഒരു സെക്ഷൻ കയറിയിട്ടുണ്ട്. നമ്മൾ റോഡിലേക്ക് എത്തി. ദൂരത്തെ പുള്ളി കയറിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ കയറിക്ക. അപ്പൊ ശരിക്കും നമ്മൾ വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്, പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി കയറിയിട്ടുണ്ട്. എളുപ്പമാവാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൂർക്കയും ഗൂർക്കന്റെ ഓണർ നമ്മുടെ ബൈജുവായിട്ടും മാത്രമാണ് ഇതിന്റെ കാരണം. നമ്മള് പറഞ്ഞതാണ് എന്തായാലും വണ്ടി ഇത് കേറില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ആയിട്ട് തന്നെ വണ്ടി കേറിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഹാപ്പി. അത്യാവശ്യം നന്നായിട്ട് മണ്ണിന്റെ ഉള്ളില് പെട്ടൊന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കയറിയില്ലേ? നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്ര അടിപൊളിയായിട്ട് കയറി എന്നുള്ളത്. എന്തായാലും സെറ്റായി ഗൈസ്. ഹിറ്റ്ലർ അതും കൂടെ കാണിച്ചോ? എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാം അല്ലേ? വീട്ടിലേക്ക് എത്തിക്കാം. ഇതും കാണിച്ചോ? അതൊക്കെ വെള്ളമൊക്കെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. പാവങ്ങൾ വെള്ളമൊക്കെ എപ്പോഴോ കാലിയായി 2 ബോട്ടിൽ വാങ്ങിയിട്ട്. പക്ഷെ എന്താണ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, വണ്ടി കയറ്റി തള്ളി കയറ്റി. അപ്പൊ ഗൈസ് ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ കയറുകയാണ്. വീഡിയോ എടുക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കുമല്ലോ പൊട്ടാച്ച. അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുന്നുണ്ട്. കയറ്റൊക്കെ സിമ്പിളായിട്ട് കയറുമെന്ന് വിചാരിക്കുന്നു. അത്രയും വലിയ ഓഫ് റോഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ എന്ത്, അവർ കയറി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? നിർത്ത്. എന്താ ചെയ്യണ്ടേ? ഉള്ളി കയറ്റാനാ? ആ അതാണ് നല്ലത്. അപ്പൊ ഇങ്ങോട്ട് സൈഡ് ആക്കിക്കോ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ഇവിടെ നമ്മളെ ഒരേ ഫ്ലോയിൽ തള്ളിക്കയറ്റാം. വെള്ളം വെള്ളം കൊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേടുന്നുണ്ടോ?
ഇനിയിപ്പോ നമ്മളത് അയക്കാണ്. അയ്യോ ഇതിപ്പോ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ആഞ്ഞൊരു തള്ളുകളി വിട്ട് അങ്ങനെ പോകും. അല്ലടാ ഇവിടെ ഇട്ടാ പോരെ. എന്തിന് അടിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്, അത് നോക്കണം. ഇതിനും വരികയാണെങ്കിൽ നോക്കണം. നിലത്ത് കിടക്കാനാ? രാത്രി ഉള്ളിൽ കയറ്റണ്ടേ? ഓക്കെ ഓക്കെ. തള്ളിയിട്ട് ഒരു ഫ്ലോയിൽ അങ്ങനെ വിട്ടോ. ഇനി ഒടിക്കുക ഒടുക്കി വണ്ടി ഓടിക്കേ. എവിടേക്കാണ്ട് അങ്ങോട്ട് പോണ്? റൈറ്റിലേക്ക് ആക്കടാ. എല്ലടാ എവിടേക്ക് ഉള്ളിരിക്കാണ്? ഓയിൽ ലീക്ക് ഉണ്ട് നോക്കാം. അപ്പുറല്ലേ ഉണ്ടെന്ന് നിക്ക് ജിഷ്ണു. എന്റെ ദൈവമേ. അപ്പൊ ഗായ്സ് വിജയകരമായി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇറക്കിയപ്പോഴൊന്നും പ്രശ്നമില്ല. രണ്ടാം പ്രാവശ്യം ഇറക്കിയപ്പോഴാണ് പ്രശ്നം. എങ്ങനെയുണ്ടായിരുന്നു? ഫുൾ ടൈം ഉണ്ടായിരുന്നവർ? സൂപ്പർ സെറ്റ്. ഇനി ഇതൊക്കെ അഴിച്ചു മാറ്റുന്ന പരിപാടികളാണ്. തുറക്കണില്ല, ഇറങ്ങാൻ വേണ്ടിയാണ് കുറവാണ്. വല്ലാത്തൊരു ഓഫ് റോഡ് ട്രിപ്പായി. ക്യാബാ? ലാബ് അപ്പൊ ഇത് അഴിക്കാൻ കിട്ടുന്നില്ല, അതാണ് ഇപ്പത്തെ പ്രശ്നം. പക്ഷെ അച്ഛൻ ഇടപെട്ട സ്ഥിതിക്ക് എന്തായാലും അഴിക്കും, അത് വേറെ. എന്റെ അവിടെ നോക്ക് ഫസ്റ്റ്. അയച്ചു ഗായ്സ്, അയച്ചു. അങ്ങനെ തന്തപ്പടി വന്ന് അയച്ചു തന്നിരിക്കുന്നു. ഇതൊക്കെ എന്ത് കൊക്കത്ര കുളം കണ്ടതാണ്. പിന്നല്ല. അപ്പൊ ഫൈനലി താഴേന്ന് പറഞ്ഞായിരുന്നു, മേലെ എത്തിയിട്ട് പറഞ്ഞാ പോരെ. എങ്ങനെയുണ്ട്? മിഷൻ കംപ്ലീറ്റ്. സാധാരണ പൊട്ടും പറയാ. ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല, അത് പൊട്ടുന്ന വിചാരിച്ചു. ഇത് പൊട്ടില്ല, ഡൗട്ടായിരുന്നു. ഇത് പൊട്ടില്ല. നമ്മുടെ മറ്റേ കാരൊക്കെയാണ് പൊട്ടു. ഇത് പൊട്ടുവോ? പിന്നെ ഇത് പൊട്ടില്ല. ഇതും പൊട്ടുവോ? ആ നൈസ് കയറി വെച്ച് നമ്മള് വടക്കൻ ചെയ്ത് ഇതുവരെ വലിച്ചു. അല്ല, ഇത് വലിയ ലോറികളൊക്കെ വലുത് വലിച്ചിട്ടുള്ളതല്ലേ ഇത്. അപ്പൊ പിന്നെ ഈ കയറും കൊണ്ടാണ് അത് ഇതുവരെ വലിച്ചു പറഞ്ഞ വിശ്വസിക്കുവോ? മൂരിക്കയറല്ലേ ഇതും കൊണ്ടാണ് വലിച്ചിട്ട് വന്നത്. ഇതിന്റെ നീളമുള്ളത് കേട്ടാ. സമ്മതിക്കണം. ഇവിടെ നിന്നാണ് പൊട്ടിയത്. അത് പിന്നെ ആനെ പിന്നെ അണ്ണൻ വലിച്ചിട്ട് വരുന്ന പോലെയായിരുന്നു. അതാണ് അത് ശരിയാണ്. ജീപ്പിന് പോള വലിച്ചിട്ട് വന്നത്. അപ്പോ തെറിക്കല്ലേ? അവിടെ ഒരു ബ്രിഡ്ജ്. ഗായ്സ്, നമ്മൾ വിജയകരമായി ഓഫ് റോഡൊക്കെ പോയി വണ്ടി ഇതെവിടെ കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് നിർത്തിയിട്ടുണ്ട്. നല്ല വെയിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.